സാംസങ്ങിൻ്റെ ഗാലറിയിൽ ഏത് ആൽബം വേണമെങ്കിലും ഫിംഗർ പ്രിൻറ്റോ പാസ്വേഡ് യൂസ് ചെയ്ത് ലോക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരുന്നോ? ഇതൊരു ക്യാമറയിൽ ലോഗിൽ അറിയാതെ എടുത്തൊരു ഫോട്ടോ ആണ്. കളറൊക്കെ ആഡ് ചെയ്യാൻ വെറും 5 സെക്കൻഡ് ഉള്ളെങ്കിൽ പോലും വെറും ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന വഴി എങ്ങനെ സിമ്പിളായിട്ട് ആഡ് ചെയ്യാമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരുന്നോ? നിങ്ങൾ യൂസ് ചെയ്യുന്ന സാംസങ്ങിൻ്റെ ഫോൺ എക്സിനോസ് ആണെങ്കിൽ ഹീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ഫീച്ചർ ഒന്ന് മാറ്റിയിട്ട് വഴി ഹീറ്റിംഗ് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഈ 3 മാത്രമല്ല, സാംസങ്ങിലുള്ള കുറേ ഹിഡൻ ഫീച്ചേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ആൽബം ലോക്കിലേക്ക് വരാം. ഇത് സാംസങ് ഒളിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു ഫീച്ചറാണ്. ആൻഡ് അതിനൊരു റീസൺ ഉണ്ട്, ഞാനത് അവസാനം പറഞ്ഞുതരാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നേരെ ഗാലറി ഓപ്പൺ ചെയ്തതിന് ശേഷം സെറ്റിംഗ്സിലേക്ക് പോവുക. എന്നിട്ട് ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് എബൌട്ട് ഗാലറി പോയി വേർഷൻ നമ്പറിൽ കുറേ തവണ ടാപ്പ് ചെയ്യുക. ഓർത്തിരിക്കുക, വേർഷൻ നമ്പറിൽ തന്നെ ടാപ്പ് ചെയ്യണം, അല്ലാതെ വേറെ എവിടെ ടാപ്പ് ചെയ്താലും കാര്യമില്ല. എന്നിട്ട് ബാക്ക് പോയാൽ ഗാലറി ലാബ്സ് എന്ന പുതിയൊരു ഓപ്ഷൻ വന്ന് കിടക്കുന്നത് കാണാം. അത് ഓപ്പൺ ചെയ്ത് താഴേക്ക് കുറച്ച് സ്ക്രോൾ ചെയ്ത് ആൽബം എൻട്രി ലോക്ക് ഓൺ ആക്കുക. ഇനി തിരിച്ച് ബാക്ക് പോയി ഏത് ആൽബവും ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് റൈറ്റ് സൈഡിൽ താഴെയുള്ള മോറിൽ ടാപ്പ് ചെയ്താൽ ലോക്ക് ആൽബം എന്നുള്ള ഫീച്ചർ കാണാൻ സാധിക്കും. ഇനി കാണാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗാലറി റീസെൻറ്റ് ആപ്സിൽ നിന്ന് ക്ലിയർ ചെയ്ത് ഓപ്പൺ ചെയ്താൽ മതി, അപ്പോൾ വരും. ഇനി അത് പ്രസ് ചെയ്താൽ എപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്താലും ആ ഒരു സ്പെസിഫിക് ഫോൾഡർ ലോക്ക് ആയിരിക്കും. ഫിംഗർ പ്രിൻറ്റോ പാസ്വേഡ് യൂസ് ചെയ്ത് അൺലോക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം നിങ്ങൾ ചോദിക്കാവുന്നൊരു ചോദ്യമായിരിക്കാം, ഇത് നല്ലൊരു ഫീച്ചറല്ലേ, എന്തിനാണ് ഒളിപ്പിച്ചിട്ടിരിക്കുന്നത്? there's a reason. ഇങ്ങനെ ഈ ആൽബത്തിൽ ലോക്ക് ചെയ്യുന്ന ഫയൽസ് ഒരിക്കലും സേഫ് അല്ല. കാരണം ഇത് സാംസങ്ങിൻ്റെ ഗാലറിയിൽ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. ഗൂഗിൾ ഫോട്ടോസിലോ ഫയൽ മാനേജറിലോ ഒരു ലോക്കും ഇല്ലാതെ, ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഈസിയായിട്ട് ആക്സസ് ചെയ്യാം. അടുത്തത്, വാട്സപ്പിൽ നമ്മളൊരു വീഡിയോ സെൻഡ് ചെയ്യുന്ന സമയത്ത് 90-100 MB മുകളിലാണെങ്കിൽ ട്രിം ചെയ്യാതെ സെൻഡ് ചെയ്യാൻ സാധിക്കില്ല. സോ ആ സമയത്ത് വീഡിയോയുടെ ഫയൽ 120 MB ആണ് അല്ലെങ്കിൽ 140 MB കിടക്കുന്നതെങ്കിൽ ജസ്റ്റ് 20-40 MB കുറയ്ക്കണമെങ്കിൽ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. നേരെ എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. റൈറ്റ് സൈഡിലെ 3 ഡോട്ടിൽ പ്രസ് ചെയ്ത് സൈസ് ആൻഡ് ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് 720p ടാപ്പ് ചെയ്ത് HEVC സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡൺ പ്രസ് ചെയ്ത് സേവ് കൊടുത്താൽ there you go. വലിയ ക്വാളിറ്റി ഇഷ്യൂസും കംപ്രഷനും ഇല്ലാതെ സൈസ് കുറച്ചു. പക്ഷേ ഇതിനൊരു പ്രശ്നമുള്ളത്, വലിയ ഫയൽസൊക്കെ വളരെ കുറച്ച് മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. സോ ഹെവി കംപ്രഷനൊന്നും നടക്കില്ല. അടുത്തത് ഈ കാണുന്നത് ലോഗിൽ ഞാൻ അറിയാതെടുത്തൊരു ഫോട്ടോ ആണ്. ഇതൊരു കളേഴ്സൊക്കെ ഒന്ന് തിരിച്ചു കയറ്റി എൻഹാൻസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്ത് റീമാസ്റ്റർ ടാപ്പ് ചെയ്യുക. ആൻഡ് വിത്തിൻ സെക്കൻഡ്സ് എല്ലാം ചെയ്തു തരും. അടുത്തത്, എപ്പോഴും ഫുൾ കൺട്രോൾ പാനൽ ആക്സസ് ചെയ്യണമെങ്കിൽ 2 തവണ ഇങ്ങനെ സ്വൈപ്പ് ഡൗൺ ചെയ്യേണ്ടി വരും. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് 2 ഫിംഗേഴ്സ് യൂസ് ചെയ്യുക, എന്നിട്ട് സ്വൈപ്പ് ഡൗൺ ചെയ്യുക, ഫുൾ കൺട്രോൾ പാനലായി. ഇനി 2 പേരിൽ യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നേരെ എഡിറ്റ് ബട്ടണിലേക്ക് പോവുക. ഫിക്സ് സെറ്റിംഗ്സ് ഇൻസ്റ്റൻറ്റ് ആക്സസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് ഓൺ ആക്കുക. ഇനി എപ്പോൾ റൈറ്റ് സൈഡ് കോർണറിൽ നിന്ന് താഴത്തേക്ക് വലിച്ചാൽ ഫുൾ കൺട്രോൾ പാനൽ ആക്സസ് ചെയ്യാം. ഇനി സാംസങ്ങിൻ്റെ പഴയ എക്സിനോസിൻ്റെ ചിപ്സെറ്റ് യൂസ് ചെയ്യുന്നവർക്ക് ഹീറ്റിംഗ് കുറയ്ക്കാനുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം. നേരെ സെറ്റിംഗ്സിൽ പോയി പെർഫോമൻസ് പ്രൊഫൈൽ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ടത് സ്റ്റാൻഡേർഡിൽ നിന്ന് ലൈറ്റ് ആക്കുക. ഞാൻ ഇതിലിട്ട് എൻ്റെ എക്സിനോസിൻ്റെ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹീറ്റിംഗ് അത്യാവശ്യം കുറവുണ്ട്. അടുത്തത് ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്, വീഡിയോ എടുക്കുന്നതിനേക്കാൾ മുമ്പ് സാച്ചുറേഷനും കോൺട്രാസ്റ്റും ഫോണിൽ തന്നെ കൂട്ടാനും കുറയ്ക്കാനും പറ്റുമായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നല്ലേ. സാംസങ്ങിൽ അത് സാധിക്കും. അതിനായി ക്യാമറ ഓപ്പൺ ചെയ്ത് മോറിലേക്ക് പോവുക. എന്നിട്ട് പ്രോ വീഡിയോ സെലക്ട് ചെയ്ത് റൈറ്റ് സൈഡിലെ കോർണറിൽ ഒരു ചക്രം കാണുന്നില്ലേ, അതൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കോൺട്രാസ്റ്റും ഹൈലൈറ്റ്സും ഷാഡോസും സാച്ചുറേഷനും ടിൻറ്റും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നല്ലൊരു ഫീച്ചറാണ്, കാരണം സാംസങ്ങിൽ എടുക്കുന്ന ഒട്ടുമിക്ക വീഡിയോസിനും സാച്ചുറേഷനും കോൺട്രാസ്റ്റും വളരെ കുറവാണ്. പക്ഷേ ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 4K റെക്കോർഡിംഗ് ഇല്ല, 1080p 60 മാത്രം. അടുത്തത് നമ്മൾ ബസ് സ്റ്റോപ്പിലോ റെയിൽവേ സ്റ്റേഷനിലോ നിൽക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ ഫോൺ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുമല്ലേ. പക്ഷേ മാറി ഇന്ന് ആ ഫോണിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഈവൻ ആ ഒരു ഫോൺ എടുത്ത് അവൻ ഓടിയേക്കാം, അത്രയും മോഡലേ. പക്ഷേ എന്നാൽ ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നേരെ സെറ്റിംഗ്സിൽ പോയി പിൻ ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് അത് ഓൺ ആക്കി ഇടുക. ഇനി ചോദിച്ച ആൾക്ക് വിളിക്കാനായി ഫോണാണ് എടുത്ത് കൊടുക്കേണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് റീസെൻറ്റ് ആപ്സിലേക്ക് പോവുക. എന്നിട്ട് ടോപ്പിൽ ഐക്കൺ പ്രസ് ചെയ്ത് പിൻ ആപ്പ് സെലക്ട് ചെയ്യുക. ഇനി ഈ ആപ്പിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ പാസ്വേഡോ ഫിംഗർ പ്രിൻറ്റോ വേണം, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അടുത്തത്, സാംസങ്ങിൻ്റെ കോൾ റെക്കോർഡറാണ്. നിങ്ങളൊരു ബിസിനസ് മാനോ വുമണോ ആണെങ്കിൽ ഉറപ്പായും കോൾ റെക്കോർഡർ വേണം. ആൻഡ് പല സ്മാർട്ട് ഫോൺസിലും അനൗൺസ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് അനോയിങ് ആണ്. വേണമെങ്കിൽ കുറച്ച് ട്രിക്കൊക്കെ യൂസ് ചെയ്ത് ഓഫ് ചെയ്ത് തരാൻ പറ്റുമെങ്കിലും സാംസങ്ങിൽ ഒരു അനൗൺസ്മെൻറ്റും ഇല്ലാതെ യൂസ് ചെയ്യാം. നേരെ ഫോൺ സെലക്ട് ചെയ്ത് റൈറ്റ് സൈഡിലെ 3 ഡോട്ട്സ് ടാപ്പ് ചെയ്ത് റെക്കോർഡ് കോൾസ് സെലക്ട് ചെയ്യുക. ഇവിടെ ഓട്ടോ റെക്കോർഡ് കോൾസ് ഓൺ ആക്കിയാൽ ഒരു അനൗൺസ്മെൻറ്റും ഇല്ലാതെ കോൾ റെക്കോർഡ് ചെയ്യാം. പക്ഷേ അവിടെ തീർന്നില്ല. ഓട്ടോ റെക്കോർഡ് കോൾസ് ടാപ്പ് ചെയ്ത് കോൾ വിത്ത് അൺസേവ്ഡ് നമ്പേഴ്സ് സെലക്ട് ചെയ്താൽ എപ്പോഴും വിളിക്കുന്ന സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരൊഴിച്ച് ബാക്കി എല്ലാവരെയും റെക്കോർഡ് ചെയ്തോളും. ഈ സാധനം 20 രൂപയുള്ളെങ്കിൽ പോലും ഇറ്റ് കിക്സ് മാൻ, ഐ ലൈക്ക് ഇറ്റ്. അടുത്ത നിങ്ങളൊരു 40,000 രൂപയ്ക്കോ 60,000 രൂപയ്ക്കോ 1 ലക്ഷം രൂപ കൊടുത്തൊരു ഫോൺ വാങ്ങുമ്പോൾ 1 വർഷം യൂസ് ചെയ്തെടുത്ത് കളയാനല്ല,
മാക്സിമം യൂസ് ചെയ്യാനാണ്. ആൻഡ് അവിടെ ബാറ്ററിയാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത്. സോ അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഫീച്ചറാണ് ബാറ്ററി പ്രൊട്ടക്ഷൻ. നേരെ സെറ്റിംഗ്സിലേക്ക് പോയി സെർച്ച് ചെയ്താൽ ഈ ഫീച്ചർ കിട്ടും. ആൻഡ് ഇത് ഓൺ ആക്കി ആദ്യത്തെ ബേസിക് ഫീച്ചറിലിട്ടാൽ ഓവർനൈറ്റ് ചാർജ് ചെയ്യുന്നവർക്കും പവർ ബാങ്ക് യൂസ് ചെയ്യുന്നവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. കറക്റ്റ് 100% ചാർജ് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചാർജിങ് സ്റ്റോപ്പ് ചെയ്യുകയും 95% വരെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം വീണ്ടും ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അതിന് താഴെ അഡാപ്റ്റീവിലിട്ടാൽ നിങ്ങളെ പഠിച്ച് ഓട്ടോമാറ്റിക്കലി ബേസിക്കലി മാക്സിമത്തിൽ വിട്ട് വർക്ക് ചെയ്തോളും. ആൻഡ് മാക്സിമത്തിലിട്ടാൽ 80% വരെ ചാർജ് ആവുള്ളൂ. ഇത് ശരിക്കും ബാറ്ററി ഡീഗ്രേഡ് ആവുന്നത് സ്ലോ ചെയ്യും. ഓർക്കേണ്ട ഒരു കാര്യം, പ്ലസിലും അൾട്രയിലും മാത്രം ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുക. കാരണം ബാക്കി എല്ലാ ഫോൺസിലും നോർമൽ ബാറ്ററി ബാക്കപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിലൊക്കെ നിങ്ങൾ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും പോകാൻ സാധിക്കില്ല. അടുത്തത് നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം മുകളിലത്തെ നാവിഗേഷൻ ബാറും താഴത്തെ സ്റ്റാറ്റസ് ബാറും ക്രോപ്പ് ചെയ്ത് കളയാറുണ്ടല്ലേ. സാംസങ്ങിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. നേരെ സെറ്റിംഗ്സിലേക്ക് പോവുക. അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട്സ് ആൻഡ് റെക്കോർഡിംഗ് സെലക്ട് ചെയ്യുക. ഇവിടെ ഹൈഡ് സ്റ്റാറ്റസ് ആൻഡ് നാവിഗേഷൻ ബാർസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇനി സ്റ്റാറ്റസ് ബാറും നാവിഗേഷൻ ബാറും നിങ്ങളുടെ സ്ക്രീൻഷോട്ടിൽ വരില്ല. അടുത്തത് എല്ലാ സ്മാർട്ട് ഫോൺസിലും, ഈവൻ നിങ്ങളുടെ ഫോൺ സാംസങ് അല്ലെങ്കിലും ഓൺ ആക്കിയിടാൻ പറ്റുന്ന ഒരു ഫീച്ചർ കാണിച്ചു തരാം. നേരെ സെറ്റിംഗ്സിലേക്ക് പോവുക. എന്നിട്ട് ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് ഇത് ടാപ്പ് ചെയ്ത് ഡീബഗിങ്ങിന് തൊട്ട് മുകളിലുള്ള ഓപ്ഷനായ ക്വിക്ക് സെറ്റിംഗ്സ് ഡെവലപ്പർ ടൈൽ സെലക്ട് ചെയ്ത് സെൻസർ ഓഫ് എന്ന ഓപ്ഷൻ ഓൺ ആക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ കൺട്രോൾ പാനലിൽ ഫോണിലുള്ള എല്ലാ സെൻസേഴ്സും ഓഫ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് വരും. അത് ഓൺ ആക്കിയാൽ എല്ലാ സെൻസേഴ്സും, അതായത് ഓട്ടോ റൊട്ടേറ്റ് വർക്ക് ചെയ്യുന്നത് തൊട്ട് ക്യാമറ സെൻസേഴ്സ് വരെ ഓഫ് ആവും. സോ എക്സ്ട്രീം ബാറ്ററി ബാക്കപ്പ് വേണമെങ്കിൽ മാത്രം ഇത് ഓൺ ആക്കിയിടുക, അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷനൊന്നും വർക്ക് ചെയ്യില്ല. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കറിയാത്ത പല ഫീച്ചേഴ്സൊക്കെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഫീച്ചേഴ്സ് ഞാനിവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതൊക്കെ കമ്പൈൻ ചെയ്ത് ഇനിയുള്ള കുറേ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് ഞാൻ അടുത്ത മാസം ഒരു വീഡിയോ ചെയ്യാം. സോ അത് കാണണമെങ്കിൽ നേരെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് catch you later.